ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. ജനനി നവരത്നമഞ്ജരി മന്ത്രം 8. സത്തായി നിന്നു പരിചിത്തായി രണ്ടും ഒരു മൂത്തായി മൂന്നുമറിയും ഹൃത്തായി നിന്നതിനു വിത്തായി വിണ്ണോടു മരുത്തായി ദൃഷ്ടി മുതലായി കുത്തായിടും വിഷയ വിസ്താരമന്നം അതിനത്താവുമായി വിലസും സിദ്ധാനുഭൂതിയിലും എത്താതയാമതിമഹത്തായിടും ജനനി നീ. ഓം ശ്രീനാരായണ പരമഗുരുവേ നമഃ. ശുഭദിനം, സുപ്രഭാതം. ജനനി നവരത്നമഞ്ജരി മന്ത്രം 8. അമ്മേ, സിദ്ധാനുഭൂതിക്ക് പോലും അപ്രാപ്യമായ മഹിമയോട് കൂടിയവളാണ് നീ. അങ്ങനെയുള്ള നീ സകലതിനും ആധാരമായിരിക്കുന്ന സദ്വസ്തുവായിരിക്കുന്നു. അതിനുപരി സകല ഭാവവിലാസങ്ങൾക്കും മൂലചോദനമായിരിക്കുന്ന ചിത്തായിരിക്കുന്നതും നീ തന്നെ. സത്തായ നിന്റെ ചിത്വിലാസം ആനന്ദ അനുഭവത്തെ യാഥാർത്ഥ്യമാക്കി തീർത്തിരിക്കുന്നു. ആ ആനന്ദമായിരിക്കുന്നതും നീ തന്നെ. ഇങ്ങനെ സത്തിനെയും ചിത്തിനെയും ആനന്ദത്തെയും നീയായി തന്നെ കണ്ട് ആനന്ദിക്കുന്ന ഹൃദയമായിരിക്കുന്നതും നീ തന്നെ. ഇതിനെല്ലാം മൂലകാരണമായിരിക്കുന്നതും നീ തന്നെ. ആകാശം, വായു തുടങ്ങിയ പഞ്ചഭൂതങ്ങളായിരിക്കുന്നതും അതിൻ്റെ സംഘാതമായ ഈ പ്രപഞ്ചമായിരിക്കുന്നതും നീ തന്നെ. പ്രപഞ്ചത്തിലുള്ള എല്ലാ ദൃശ്യങ്ങളായും പ്രത്യക്ഷത്തിൽ കാണുന്ന ദൃഷ്ടി തുടങ്ങിയ ഇന്ദ്രിയങ്ങളായും ഇരിക്കുന്നത് നീ തന്നെ. ഇന്ദ്രിയങ്ങൾക്ക് ഗോചരമായി തീരത്തക്ക തരത്തിൽ അവസാനമില്ലാതെ പരന്നു കിടക്കുന്ന ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നീ വിഷയങ്ങളായി തീർന്നിരിക്കുന്നതും നീ തന്നെ. ഈ വിഷയങ്ങൾ തന്നെയാണ് ഞങ്ങളുടെ എല്ലാം അന്നം അഥവാ ഭോഗ്യവസ്തുക്കൾ. അതിൻ്റെയൊക്കെ ഭോക്താവായിരിക്കുന്നതും നീ തന്നെ. ഇങ്ങനെ എത്ര അപ്രമേയമായ തരത്തിലാണ് നീ എണ്ണിയാൽ ഒടുങ്ങാത്ത വിശേഷ രൂപങ്ങളോട് കൂടി ലസിക്കുന്നത്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബികായേ നമഃ.